Hello, dear friends. Welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. ഈ വീഡിയോയിൽ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡോക്യുമെൻറ്റ്സിൻ്റെ സിലബസ് എന്താണ്, അതുപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി. ഇത്ര വൈകി എന്താണ് ഡോക്യുമെൻറ്റ്സിൻ്റെ സിലബസിനെ പറ്റി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഇപ്പോൾ ഫിസിക്സ് മെയിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ MSc ഫിസിക്സുകാരാണെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിനും അതേസമയം തന്നെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ MSc കെമിസ്ട്രിക്കാരാണെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടാകുക നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. ഫിസിക്സുകാരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിക്കാരാണെങ്കിൽ കെമിസ്ട്രിയാണ് പഠിക്കുന്നുണ്ടാകുക. ആരും ഡോക്യുമെൻറ്റ്സ് പഠിച്ച് അങ്ങനെ കാര്യമായി തുടങ്ങിയിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു അസംഷൻ. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ സയൻറ്റിഫിക് ഡോക്യുമെൻറ്റ്സ് സയൻറ്റിഫിക് ഫിസിക്സിൻ്റെ കോഴ്സ് അത് സ്റ്റാർട്ട് ചെയ്തു. ജനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നോട്ടിഫിക്കേഷൻ വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 9 മൊഡ്യൂൾസ് കവറായിട്ടുണ്ട്. ഇനി 10ാമത്തെ മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഏതാണ്ട് ആ കോഴ്സ് 10 മൊഡ്യൂൾസാണ് സയൻറ്റിഫിക് ഫിസിക്സിലുള്ളത്. കെമിസ്ട്രിയിൽ ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ആ പാർട്ടെല്ലാം തീരാറായിട്ടുണ്ട്. കെമിസ്ട്രിക്കാരുടെ കെമിസ്ട്രിയും ഫിസിക്സുകാരുടെ ഫിസിക്സും പഠിച്ച് അവസാനത്തിലേക്ക് എത്തുന്നു. ഇനി അതിൻ്റെ റിവിഷനും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ പഠനമൊക്കെയാണ് വേണ്ടത്. അതേസമയം തന്നെ ഇപ്പോഴാണ് കൂടുതൽ പേരും സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയും ബോധർ ചെയ്യുന്നു. കൂടുതൽ ഒഴിവുള്ളതും കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതയും നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സായിട്ട് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് തുടങ്ങാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കിവിടെ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ സിലബസിനെ പറ്റി പറയുമ്പോൾ, ഇതുവരെ സിലബസ് നമുക്കറിയാം അവൈലബിൾ അല്ല. മുമ്പ് എക്സാം 2016 സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ എക്സാം നടന്നിട്ടുണ്ടെങ്കിലും അന്ന് സിലബസ് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. അതുപോലെ 2021 കെമിസ്ട്രിയിലും ഫിസിക്സിലും എക്സാം നടന്നിരുന്നു. പക്ഷേ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിന് എക്സാം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോഴും സിലബസ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ 50% ഫിസിക്സും 50% കെമിസ്ട്രിയാണ് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ സിലബസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫിസിക്സും പഠിക്കേണ്ടി വരും, കെമിസ്ട്രിയും പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ളതാണ്, ഏത് ലെവലാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത സംശയം. MSc ലെവൽ പഠിക്കണോ, ഡിഗ്രി ലെവൽ പഠിക്കണോ, അതുപോലെ +2 ലെവൽ പഠിക്കണോ? പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് എന്നുള്ളത് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ 2016 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പാണ്, ഏകദേശം ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ എക്സാമുകൾക്കൊന്നും ജനറൽ പാർട്ട് ചോദിച്ചിട്ടില്ല. 2016 എക്സാമിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ പാർട്ട് ഒരു 20 മാർക്കിന് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ എക്സാംസ് സയൻറ്റിഫിക് ഫിസിക്സിലോ 2021 എക്സാമിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒന്നും ജനറൽ പാർട്ടിൽ 100% ഫിസിക്സുകാർക്ക് 100% ഫിസിക്സും കെമിസ്ട്രിക്കാർക്ക് 100% കെമിസ്ട്രി ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി PG ലെവലായിരുന്നു. താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. PG ലെവലിൽ നിന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസ് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏകദേശം അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അതേ പാറ്റേൺ ഉദ്ദേശിച്ചത് PG ലെവൽ, ഡിഗ്രി ലെവൽ, അതുപോലെ ഹയർ സെക്കൻഡറി ലെവൽ എന്നുള്ള അതിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ ഫിസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, 40 ക്വസ്റ്റ്യൻ കെമിസ്ട്രി, 20 ക്വസ്റ്റ്യൻ ജനറൽ പാർട്ട് എന്നായിരുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം 2021 ജനറൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ 50 ക്വസ്റ്റ്യൻസും ഫിസിക്സിനും 50 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്നായിരിക്കും. ഇനി ഇവിടെ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ് പാർട്ടിലെ 40 ക്വസ്റ്റ്യൻസിൽ 13 ക്വസ്റ്റ്യൻസ് MSc ലെവലും 22 ക്വസ്റ്റ്യൻസ് BSc ലെവലും 5 ക്വസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി ലെവലായിരുന്നു. കെമിസ്ട്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഇതേ സ്റ്റാറ്റസ് തന്നെയാണ്. MSc ലെവൽ ഏകദേശം 12-13 ക്വസ്റ്റ്യൻസ്, BSc ലെവൽ ഏകദേശം 22 അടുത്തുള്ള ക്വസ്റ്റ്യൻസ്, HSS ലെവൽ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, കെമിസ്ട്രി ടീച്ചറും അതിൻ്റെ അനാലിസിസ് നടത്തിയിരുന്നു. ഞാനും കൂടി നടത്തിയൊരു അനാലിസിസിൽ നമുക്ക് മനസ്സിലായതൊരു കാര്യം ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നു, ഇവിടെ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ സയൻറ്റിഫിക് ഫിസിക്സിനോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്കോ പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ നമ്മളധികം
തൊടുന്നില്ല. നമുക്ക് MSc തന്നെ പഠിക്കാൻ ധാരാളമുണ്ട്. 10 മൊഡ്യൂളുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതേസമയം നമ്മൾ ഡിഗ്രി ലെവൽ സാധാരണ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഡിഗ്രി ലെവൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത്. കാരണം MSc ലെവൽ നമുക്ക് ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഫിസിക്സ് എന്ന് കിട്ടും. ഇവിടുത്തെ MSc ലെവൽ നമ്മൾ സയൻറ്റിഫിക് കോഴ്സ് കെമിസ്ട്രി പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കാർക്കും കിട്ടും. പക്ഷേ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടിയിരിക്കുന്നു. ഹയർ സെക്കൻഡറി ലെവൽ നമ്മൾ ചെറിയ രീതിയിൽ പഠിക്കണം. നമ്മൾ ഈ 5 ക്വസ്റ്റിന് വേണ്ടി ഹയർ സെക്കൻഡറി ലെവൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം. പക്ഷേ അറിയാത്തവരത് ഫുള്ള് സിലബസ് അങ്ങനെ എടുത്ത് നോക്കുന്നതിൽ അർത്ഥമില്ല. അതിനുള്ള സമയവുമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇതിനൊരു പെർസെൻറ്റേജ് ആക്കുകയാണെങ്കിൽ ഇതാ ഹയർ സെക്കൻഡറി ലെവൽ 13%, ഡിഗ്രി ലെവൽ 55%, MSc ലെവൽ 32% വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടോട്ടൽ നമുക്കറിയാം ഇനി ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊരു 50% ഫിസിക്സും 50% കെമിസ്ട്രിയാണ് 2024 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പെർസെൻറ്റേജ് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 13 ക്വസ്റ്റ്യൻ തന്നെ 100-ലാണല്ലോ നമ്മൾ പറയുന്നത്. 13 ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ലെവലും 32 ക്വസ്റ്റ്യൻ MSc ലെവലും 55 ക്വസ്റ്റ്യൻ BSc ലെവലാണ്. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ 55 എന്ന് പറയുമ്പോൾ പകുതി ക്വസ്റ്റ്യൻസ് ഫിസിക്സും പകുതി ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടോട്ടലിയാണ് 55 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ അതെ 32-ൽ 16 + 16 ഹയർ സെക്കൻഡറിയിൽ 13 ക്വസ്റ്റ്യൻസ് പകുതി ഏകദേശം പകുതി ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഞാനത് പറയാം, പിന്നെ കെമിസ്ട്രി സ്റ്റുഡൻസിൻ്റെ കാര്യം പറയാം. ഫിസിക്സ് സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്സിലെ MSc ലെവൽ ഓൾറെഡി നമ്മൾ സയൻറ്റിഫിക് ഫിസിക്സിന് പഠിക്കുന്നുണ്ട്. BSc ലെവൽ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കണം. അതാണ് നമ്മൾ ഈ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. BSc ലെവലും ഹയർ സെക്കൻഡറി ലെവലിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്നത് വെച്ചാൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. പ്രധാനമായിട്ട് HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി ലെവൽ ഫിസിക്സും കെമിസ്ട്രി ഉള്ളതാണ്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചിൻ്റെ 2 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. HSIയുടെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സയൻറ്റിഫിക് കോഴ്സ് 2016 ക്വസ്റ്റ്യൻ പേപ്പറും ഡോക്യുമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പിന്നെ മറ്റ് എക്സാംസ് എല്ലാം ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കുക. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു സിലബസിലാണ് ഈ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഡിഗ്രി ലെവലും ഹയർ സെക്കൻഡറി ലെവലാണ് അവിടെ കവർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക ഡിഗ്രി ലെവലിലാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ MSc ഫിസിക്സുകാർക്കാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. MSc ഫിസിക്സുകാർക്ക് അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ കവർ ചെയ്യുന്ന അങ്ങനെയാണ്. ഇത് ഫിസിക്സ് കോഴ്സിൽ സയൻറ്റിഫിക് ഫിസിക്സ് കോഴ്സിൽ തന്നെ അവർക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കോഴ്സിൽ നമ്മൾ ഈ പാർട്ടാണ് ഫിസിക്സിൻ്റെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ കെമിസ്ട്രിയുടെയും ഈ പാർട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ലെവൽ കെമിസ്ട്രിയും ഹയർ സെക്കൻഡറി ലെവൽ കെമിസ്ട്രിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ഫിസിക്സിലെ 50 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പാകത്തിന് പഠിക്കാൻ പറ്റും. അതേപോലെ കെമിസ്ട്രിയിലെ 34 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഒഴിവാക്കിയത് MSc ലെവൽ കെമിസ്ട്രി MSc ലെവലിൽ 16 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം 100-ൽ. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം MSc ഫിസിക്സുകാർക്ക് MSc കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സിലബസ് അല്ല, നമുക്കറിയാം വളരെ വലിയ സിലബസാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുള്ള സമയം കാര്യങ്ങളും കിട്ടില്ല, പിന്നെ ഡിഫിക്കൽട്ടാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു 84 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൊത്തം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 84 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ പഠനവും അതേപോലെ എത്ര ഏരിയ കവർ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ 84 ക്വസ്റ്റ്യൻസിനെ വെച്ച് നിങ്ങൾക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ പകുതി ഫിസിക്സുകാർ കെമിസ്ട്രി ഒഴിവാക്കുകയാണെങ്കിൽ പകുതി ക്വസ്റ്റ്യനിൽ നിന്നാണ് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ കട്ട് ഓഫ് ഘടകം വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ ഏകദേശം പകുതിയുടെ താഴെയായിട്ടാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും പകുതിയുടെ മുകളിൽ കട്ട് ഓഫ് പോകാൻ പറ്റില്ല. കാരണം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു എക്സാമാണല്ലോ ഫിസിക്സും കെമിസ്ട്രിയും വരുന്ന എക്സാം ആയതുകൊണ്ട് പകുതിക്ക് മുകളിൽ കട്ട് ഓഫ് പോകും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് കെമിസ്ട്രി എന്തായാലും പഠിക്കണം. ഡിഗ്രി ലെവലും ഹയർ സെക്കൻഡറി ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചായിരിക്കും പലപ്പോഴും അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തന്നെ
ഒരു സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ. പ്രത്യേകിച്ച് കെമിസ്ട്രി, ഫിസിക്സ് കെമിസ്ട്രി അത്ര ഡെപ്തിൽ പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. മിക്കവാറും പേരും ഈ കണക്ഷനൊക്കെ വിട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. +2 വരെ പഠിച്ചെങ്കിലും അതൊന്നും പിന്നീട് കുറച്ച് വർഷങ്ങൾ യൂസ് ചെയ്യാണ്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മറക്കും. ഓക്കെ. അതുപോലെ ഇതേ ഒരു കാര്യം തന്നെയാണ് കെമിസ്ട്രിക്കാരോടും പറയാനുള്ളത്. കെമിസ്ട്രിക്കാർ MSc കെമിസ്ട്രി എടുത്തിട്ടുള്ളവർ ഡോക്യുമെൻറ്റ്സ് അല്ല സോറി സയൻറ്റിഫിക് കെമിസ്ട്രിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ആ PG ലെവൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഡിഗ്രി ലെവൽ അവരിനി പഠിക്കേണ്ട കാര്യം ഇതാണ്. ഡിഗ്രി ലെവൽ കെമിസ്ട്രി അവർക്ക് കിട്ടണം. ഡിഗ്രി ലെവൽ കെമിസ്ട്രി വേണം. അതുപോലെ ഹയർ സെക്കൻഡറി ലെവൽ കെമിസ്ട്രി വേണം. അവരെ സംബന്ധിച്ച് ഇവിടെ MSc ലെവൽ അവർക്ക് അറിയാം, അല്ലെങ്കിൽ ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ട്. 16 ക്വസ്റ്റ്യൻസ് അവർ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ അവർക്കൊന്ന് നോക്കിയെടുക്കേണ്ടി വരും. MSc പലരും വിചാരിക്കുന്ന പോലെ MSc ലെവൽ പഠിച്ചുകൊണ്ടൊന്നും ഡിഗ്രി ലെവൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വ്യത്യാസമാണ്. നമുക്കറിയാം BSc MSc തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ചില ഭാഗങ്ങൾ നമുക്കത് പഠിക്കുന്നതനുസരിച്ച് അതിൻ്റെ ബേസ് കിട്ടാറുണ്ട്. പക്ഷെ എല്ലാ ഭാഗവും അങ്ങനെ കണക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടുത്തെ നമുക്ക് പറഞ്ഞ 22 ക്വസ്റ്റ്യൻസും പിന്നെ ഹയർ സെക്കൻഡറിയിൽ വരുന്ന 13 ക്വസ്റ്റ്യൻസും അങ്ങനെ മൊത്തം ഇവിടെ നമുക്ക് 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് അനുസരിച്ച് യെസ് ഏകദേശം 22 ഉദ്ദേശിച്ച ഇവിടുത്തെ കെമിസ്ട്രി 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. അതേപോലെ തന്നെ അവർ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഈ കോഴ്സിന് ഇത് കവർ ചെയ്യും. ഡിഗ്രി ലെവല് ഫിസിക്സും ഹയർ സെക്കൻഡറി ലെവല് ഫിസിക്സും നമ്മൾ കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത്. അല്ലാണ്ട് എൻറ്റിയർ ഓരോ ചാപ്റ്റർ എടുത്ത് നമുക്ക് അങ്ങനെയല്ല. മെയിനായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ന്യൂക്ലിയർ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇതൊക്കെ രണ്ടിലും വരുന്ന ന്യൂക്ലിയർ ഫിസിക്സ്, റേഡിയോ ആക്ടിവിറ്റി, അതുപോലെ എലമെൻ്ററി പാർട്ടിക്കിൾസ്, ആ കാര്യങ്ങളെല്ലാം രണ്ടിലും വരുന്നതാണ്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ്, സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെയുള്ള രണ്ടിലും വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലും കവർ ചെയ്യുക. അങ്ങനെ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത്. വെറുതെ റാൻഡായിട്ട് ഏതെങ്കിലും പഠിപ്പിക്കുകയല്ല, കുറേ ക്ലാസ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോഴ്സിൽ ഇഫക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, നമ്മൾ ഈ സയൻറ്റിഫിക് ഡോക്യുമെൻറ്റ്സ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവല് ഫിസിക്സ് കെമിസ്ട്രി, അതുപോലെ ഹയർ സെക്കൻഡറി ലെവല് ഫിസിക്സ് കെമിസ്ട്രിയാണ് അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്ന പെർസെൻറ്റേജ് അനുസരിച്ച് ഡിഗ്രി ലെവലിലാണ് ഫിസിക്സും കെമിസ്ട്രിയും ഡിഗ്രി ലെവല്, ഹയർ സെക്കൻഡറി ലെവലിന് അത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് ഓക്കെ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് കോഴ്സിൽ നമ്മൾ ഈ MSc പാർട്ട് കവർ ചെയ്യുന്നില്ല. അത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ആ കോഴ്സിൽ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഈ ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഫിസിക്സിൻ്റെ ഫിസിക്സ് ബൈ ഗ്രേസ് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആപ്പിൽ കോഴ്സ് സയൻറ്റിഫിക് ഡോക്യുമെൻറ്റ്സ് ഉള്ള കോഴ്സ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ആഴ്ച ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് 12 മൺഡേ, ഈ സൺഡേ വരെ ജോയിൻ ചെയ്യുന്നവർക്ക്, സൺഡേ നൈറ്റ് വരെയുണ്ട്, ജോയിൻ ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. സൺഡേ വരെ എന്ന് പറഞ്ഞാലും ആദ്യം ചെയ്യുന്ന 50 പേർക്കാണ് ഡിസ്കൗണ്ട് അവൈലബിൾ ആകുക. അതിന് നിങ്ങൾ കൊടുക്കേണ്ട കോഡ് ഇതാണ്, SciDoc, സയൻറ്റിഫിക് കോഴ്സ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഷോർട്ട് SciDoc എന്നുള്ള കോഡ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂപ്പൺ അവൈലബിൾ ആവും. നിങ്ങൾ ഈ ആപ്പിൽ കയറി കോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ, ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.